കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരാൾ സി എം. ഒരു ദിവസം ആയിരക്കണക്കായ ആളുകൾ സി എമ്മിനെ എന്നും ആക്ഷേപിക്കുന്നത്. നിസ്കാരമില്ലാത്തൊരു കാക്ക എന്തായിരുന്നു മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമുക്ക് സി എം തിരിയില്ല. നമ്മളിപ്പോൾ ഹക്കീക്കത്തിലൂടെ സി എമ്മിനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ താത്താൻ്റെ തലവേദന മാറി, അപ്പോൾ സി എമ്മിനെ മനസ്സിലായി. അത് സി എമ്മിൻ്റെ പണിയല്ല. അത് കൊള്ളക്കാർ വലിയ നോട്ടും കൊണ്ട് ഓടിയപ്പോൾ അങ്ങാടിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു 1000 റുപ്യ അങ്ങാടിയിൽ ഇട്ട് കൊടുത്തു. അപ്പം ആ അങ്ങാടിക്കാർ എന്തിൽ കുടുങ്ങി? അയിമക്കൂടി. അതിലൂടെ കൊള്ളക്കാർ രക്ഷപ്പെട്ടു. ഇവിടെ ആയിരക്കണക്കായ ആളുകൾ ദീനം മാറ്റിയത് നമ്മളെ അയിമ ശകലാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അത് സി എമ്മിൻ്റെ പണി തന്നെയല്ല. സി എമ്മിൻ്റെ പണി മുഹമ്മദിയത്തിനെ കണ്ടെത്തിയതാണ്. അവിടേക്കെത്താൻ നമുക്കോട്ട് കഴിയൂല. ഇപ്പം സലാത്ത് ധരിപ്പിക്കുക എന്നത് പേരിന് നബിയിലേക്ക് ചേരലാണ്. പക്ഷെ ആ പേരിൽ നിന്ന് ചേർന്ന് ഹക്കീക്കത്തിലേക്കും അതുവഴി ചേരാം. അല്ലാതെ സ്വലാത്ത് കൊണ്ട് നബിയിലേക്ക് ചേരൽ ഒരു സമ്പൂർണ്ണമായ ചേരലാണെന്ന് വിചാരിക്കണ്ട. പക്ഷെ ചേരുകയുമാവാം. സ്വലാത്തുൽ വാതിലാണ്. ഒന്നുകൂടി വരി തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതൊരു കുത്തിത്തിരിപ്പായി മാറും. അതിന്മേൽ തന്നെ വെച്ചു മനസ്സിലായി. സ്വലാത്ത് എന്നാൽ സ്വലാത്ത് അള്ളാഹു കൽപ്പിച്ചതാണ്, നബിയുടെ പേരിലുമാണ്. അപ്പം പേരിന് നബിയിലേക്ക് ചേരലാണ് എന്ത്? നബിയിലേക്ക് ചേരുന്നതിൻ്റെ പരമാവധി സ്വലാത്ത്. അത് കഴിഞ്ഞാൽ പിന്നല്ല, വേറെ സ്ഥലം ഉണ്ടാവില്ല. ഒരാൾ സ്വലാത്തും കൂടി അയാൾക്കില്ലെങ്കിൽ പിന്നെ നബിയും അയാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതാ പ്രശ്നം. സ്വലാത്തും ഇല്ലെങ്കിൽ, സ്വലാത്ത് പോലും അയാൾക്കില്ലെങ്കിൽ, സ്വലാത്ത് ലാസ്റ്റ് ദർജ. സ്വലാത്ത് പൂർണ്ണ ദർജയാണ് നമ്മളെ സ്വലാത്ത്. നമ്മളെന്തിനാ സ്വലാത്തിലാണ്? നമ്മളെന്തിനാ സ്വലാത്തിലാണ്? പറയും. നമ്മളെന്തിനാ സ്വലാത്തിലാണ്? പറയും. അത് പറയും. നമ്മൾ സ്വലാത്തിൽ ഉള്ളത് സിറാത്ത് പാർത്തി രക്ഷപ്പെടാൻ, നബിനെ സ്നേഹിച്ചിട്ടല്ല. എന്നാലും ചെല്ലിയാലും ലോക്കലിൻ്റെ ലോക്ക് എന്നാലും അയിമലെങ്കിലും തൂങ്ങിയാലോ ഓന് ഭാഗ്യവാനാണ്. അവർക്ക് നബിയോടല്ല സ്നേഹം, അവൻ്റെ നഫ്സിനോടാണ്. കാരണം സിറാത്ത് പാലത്തിന് കൊഞ്ഞാടിയാൽ നേരെ കാണും. അപ്പോൾ എന്ത് ചെയ്തു? സലാത്തില്ല. എൻ്റെ 2000 റുപ്യൻ്റെ കറണ്ട് ബില്ല് വന്ന് കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. അപ്പോൾ കറണ്ട് ബില്ല് നാളെ കറണ്ട് കട്ടാവും. പിന്നെ കുട്ടികൾ പഠിക്കണ മാസങ്ങളാണ്. അവിടെ യാതൊരു രക്ഷയുണ്ടാവില്ല. മാത്രമല്ല പെണ്ണുങ്ങളെ പിറക്കാൽ നാളെ വിരുന്നവരെന്ന് പറഞ്ഞ ദിവസമാണ്. എല്ലാം കൂടി ആവുമ്പോൾ മാനം കെടുമല്ലോ മനുഷ്യന്മാരെ എന്ന് വിചാരിച്ചു. അപ്പം ഇച്ച് നാളെ കുഴി ചാടാൻ പോകണം. എൻ്റെ അഭിമാനമൊക്കെ പോകും. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഇന്ന് മുതൽ നാളെ നേരം ഇന്നൊരു പകല് 1000 വട്ടം കാസിമി 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 ഇന്ന് വൈകുന്നേരം വരെ കാസിമി കാസിമി എന്ന് ചെല്ലുക. ഇന്ന് രാത്രി 1000 വട്ടം കാസിമി കാസിമി എന്നാൽ ആ കുയ്യിന്ന് ഞാൻ നാളെ എന്നെ രക്ഷപ്പെടുത്തി തരും എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ എന്തെങ്കിലും കാസിമി കാസിമി ചെല്ലും, ഇന്ന് രാത്രി ചെല്ലും. നാളെ എൻ്റെ കറണ്ട് ബില്ല് പീസൂല ഞാനോട്ട് സമ്മതിക്കില്ല. കാരണം എന്നെ പറ്റി പറഞ്ഞല്ലോ. പറയടോ, അള്ളാഹിനല്ല സലാത്തിലാണ് പറഞ്ഞത്. ഇന്നല്ലാഹു മലായികത്തഹു. അള്ളാഹ്ക്ക് എന്തിനെ പേടി? മലക്കൊക്കെ എന്തിനെ പേടി? അതാവുന്ന എൻ്റെയും പേടി. അന്തല്ലാത്തവരെ ഇവിടെ ഒരു മുമ്പ് ഒരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ മലായികത്തഹു. അത് തെറ്റല്ല, വലിയ ശരിയല്ല, മോശമല്ല. എൻ്റെ ലക്ഷ്യം നീയാണ്. അള്ളാഹിൻ്റെ ലക്ഷ്യം ഹബീബ നബിയാണ്. അള്ളാഹ്ക്ക് ഒരാളും പേടില്ല. മലക്കുകൾക്ക് അവർക്ക് ഒരു നരകത്തിന് പേടില്ലാത്തതുകൊണ്ട് അവർ അള്ളാഹിൻ്റെ ആളുകളായതുകൊണ്ട് അവർക്കും പേടില്ല. പിന്നെന്ത്? അവരവരെ ലാഭത്തിന് ചില്ലല്ല. യായില്ലാമിനെ ചൊല്ലു. അങ്ങനെയല്ലേ കാണാം. അയാളോടുള്ള ഇഷ്ടം അങ്ങനെയല്ലേ കാണാം. അവിടേക്ക് ചെത്തണമെങ്കിൽ നേരം പോകും. ഇപ്പം ചില സ്ഥലത്ത് മതിയാവില്ല. സ്ഥലത്ത് പാലം കിടക്കാനേ 500 മതി.
എത്രയാവുക? 1000 വേണ്ടി വരും. സിറാത്ത് ഫലം പോയിട്ട് പാമ്പമാലം കിടക്കുക. കാരണം ആ ജാതി കൂട്ടിത്തിരിപ്പാണ് ഇതുണ്ടാക്കുന്നത്. കുട്ടികളെ ചിന്തിക്കും. വെറുതെ പൊട്ടന്മാര് പറഞ്ഞ വർത്താനം. എന്നാ സലാത്ത് 1000 വട്ടം ചൊല്ലിയാൽ എന്തായി? നരകത്തിന് രക്ഷപ്പെടും. പക്ഷെ അവൻ ലക്ഷ്യം നരകത്തിന് രക്ഷപ്പെടലല്ല, നബിയുടെ ഫ്രണ്ടാകലാണ്, നബിയുടെ ചെങ്ങായിയാണ്. അതെന്താണ്? അത് ആത്മാവിന്റെ സായുജ്യാണ്. അപ്പോഴാണ് അതിൻ്റെ പണി. അതുകൊണ്ടുള്ള നിനക്ക് ലഭിക്കേണ്ട സുഖങ്ങളും നിന്നെ കൊണ്ടുണ്ടാകുന്ന പ്രപഞ്ചത്തിലെ നേട്ടങ്ങളും ഈ പ്രപഞ്ചത്തിലും നിനക്കും. അപ്പം നിനക്ക് ഈ പ്രപഞ്ചം കൊണ്ട് നീ ആനന്ദിക്കണം, ഉന്നതമായ ആനന്ദത്തിലാകണം. നിന്നെ കൊണ്ട് ഈ പ്രപഞ്ചത്തിന് ഉപകാരം ഉണ്ടാകണം. അതിന് നിനക്ക് നീ തൊടേണ്ടടുത്ത് തൊട്ടാലേ അത് ഉണ്ടാവുള്ളൂ. ഇതിൽ ഞാൻ സിമ്മിട്ടില്ല എന്നാൽ തൊണ്ട് ഉപകാരമില്ല. സിമ്മിട്ടില്ല, ഇതിൽ സിമ്മിട്ടില്ല എന്നാൽ തൊണ്ട് ഉപകാരമല്ലേ? ഉണ്ട്. ഫാനിട്ടാൽ പേപ്പർ പാറാതിരിക്കാൻ വേണ്ടി പേപ്പർ വെയിറ്റ് ആക്കാം. സദസ്സിൽ തല്ലുണ്ടാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് കുത്താം. വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക് പൂച്ച കയറുന്നുണ്ടാൽ ഒന്നും കയ്യിലില്ലെങ്കിൽ കൊണ്ട് എറിയെങ്കിലും ചെയ്യാം. ഒരുപാട് ഉപകാരം. ഞാൻ ചെറിയൊരു ഉദാഹരണം, ഇപ്പൊ കിട്ടിയ 3 ഉദാഹരണം, ഇങ്ങനത്തെ 30,000 ഉദാഹരണം ഇതുകൊണ്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ഉപയോഗമാണോ? അല്ല കുട്ടികളെ. നീ നബിയെ തൊടണം. നീ ഇപ്പൊ തൊട്ട് നരകത്തില, നീ ഇപ്പോൾ തൊട്ട് സിറാത്ത് ഫലത്തില, നീ ഇപ്പോൾ തൊട്ടത് മനസ്സിലായില്ല. പാലിനേക്കാൾ വെളുത്തതും തേനേക്കാൾ മധുരമുള്ളതുമായ വെള്ളത്തിലാണ്. ഹിജായതുകൊണ്ടല്ലേ നബിക്കത് അബ്ദുൽ കൗസർ. നബിയും കബർന്ന് നീറ്റ ഉടനെ എവിടെയാ അബ്ദുൽ കൗസറാണ് പായാണെങ്കിൽ പിന്നെ എന്തിനാ? എനക്കന്തല്ലാത്തോണ്ടാണ് ഞാൻ അബ്ദുൽ കൗസറിലേക്ക് പോയത്. എന്റെ അബ്ദുൽ നബിയാ. നബിയെ കാണുന്ന നേരത്തെ അബ്ദുൽ ഖാദർ മുക്കി തന്നാൽ പോലും അതവിടെ കിട്ടെ, ഞങ്ങളെന്ന് പിടിച്ച് മുത്തട്ടെ, എനിക്ക് നിങ്ങളെയാണ് ആവശ്യം. അങ്ങനെ പറയും അള്ളാന്റെ ആളുകൾ, നബിന്റെ ആളുകൾ. മറ്റുള്ള അൽഹംദുലില്ലാ നബിനെ വരെ നോക്കൂല. അല്ല, നബിയോടെ എല്ലാ ആളുകൾക്കും വരുന്ന ആളുകൾക്കൊക്കെ പിന്നെ എന്താ പറയാ, ഇത് ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്നുണ്ട്, ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സിറാത്ത് ഫലത്തേക്ക് കിടക്കണ്ടല്ലോ, ഒപ്പ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ വെള്ളം നമ്മളെ വെള്ളത്തിലല്ലേ ഒന്ന്. സിറാത്ത് ഹൗദുൽ കൗസറിന്റെ 4 മൂല കാക്കും സിദ്ദീഖ്. ഒരു മൂല കാക്കൽ സയ്യിദുനാ സിദ്ദീഖ്, ഒരു മൂല കാക്കൽ സയ്യിദുനാ ഫാറൂഖ്, ഒരു മൂല കാക്കൽ സയ്യിദുനാ ഉസ്മാൻ, ഒരു മൂല കാക്കൽ സയ്യിദുനാ അലി. ഇതെന്റെ കാക്കുന്ന വില പൂച്ച കയറി അവിടെ കുറുക്കണം. പട്ടികളെങ്ങാനും പേച്ച് വെള്ളത്തിൽ കയറിയാലോ ഇതിനാണോ? അതവർക്ക് അല്ലാഹു കൊടുത്ത മാത്രമാണ്. ഈ ബഹ്ർ മുഹമ്മദ് അവർ ദുനിയാവിൽ ഈ ഹൗദുൽ കൗസർ കാത്തോലാണ്. ഹൗദുൽ കൗസർ മുഹമ്മദാണ് പൊട്ട. എടവും വനൊന്നും നടന്ന് ഈ 4 ആളും, ആ 4 ആള് ആ മുഹമ്മദിയത്തിന്റെ ഹൗദ് പരലോകത്ത് കാക്കും. അവർക്ക് എൻ്റെ അവകാശമാണ്. ഒരു മുഖനെ കുറിച്ചാണ് അലിറിയുള്ളവനൊക്കെ മുലക കുത്തിരിക്കല്ലേ എപ്പോഴും നക്ഷത്രങ്ങളെക്കാളും കോപ്പയും മുമ്പര് കുടിയോടുകൂടി. അതാണ് കുറച്ച് ആളുകൾ അലിറിയുള്ളവനുണ്ട് ഭാഗത്തേക്ക് ചെന്നു, സിദ്ദീഖ് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഭാഗത്തേക്ക് ചെന്നു. കുറച്ച് കോപ്പ മൂപ്പര് അമ്മക്ക് മുക്കിത്തരും നോക്കും. മൂപ്പർക്ക് എന്നെ കൂടി കഴിയുന്നില്ല, പേരും കൂടിയ എന്തൊരു പറഞ്ഞതിന്റെ കർത്തം. അവർക്ക് ഹൗദുൽ കൗസർ നബിയ. ദാഹിക്കുകയാണെങ്കിലല്ലേ പോയണ്ടുള്ളൂ, ദാഹിച്ചിട്ടില്ലെങ്കിലോ കബർ തന്നെ കൂടിയോടുകൂടിയാണ്. പിന്നെ മനുഷ്യരിൽ നിന്ന് ദഹിക്കും. 40 വയസ്സായി വരും. 40 വയസ്സിലാക്കി അങ്ങനെ വരുന്നവരുണ്ട് ഭൂരിപക്ഷം. ഈശോ മനസ്സിലായില്ലേ? ചിന്തിക്ക് 40 വയസ്സരായി വരുന്നവരുണ്ട്. ഇവർക്ക് ദാഹിച്ചണല്ലോ, ഇവർക്ക് എന്ത് ദാഹം?
ഇവർക്ക് മുഹമ്മദീയത്തിൽ നിന്ന് ശുറുപ്പുകയാണ്, ഖബറിൽ കിടന്ന് ശുറുപ്പാണ്. ഇത്തരത്തിലെ ആളുകൾ എങ്ങനെ ഉറങ്ങുക ഖബറിൽ? അവർക്ക് ഖബറിൽ വെള്ളവും ഭക്ഷണവും നൽകപ്പെടും. ഖബർ തന്നെ കൂട്ടി ഭക്ഷണം പാനീയം വള്ളർച്ചുള്ള ആളുകൾക്ക് ദാപരവശരായി ഓടും. അവരവിടേക്ക് പോകും. അത് ആരെ കാണാനാണ്? നബിയെ കാണാനാണ്. മുഖറബിങ്ങൾ സ്വർഗത്തിൽ പോകും മന്തി തിന്നാനല്ല, അള്ളാനെ കാണാനാണ്. നമ്മളും അവരും ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവരെ ലക്ഷ്യം വേറെ, നമ്മളെ ലക്ഷ്യം വേറെ. പുതിയാപ്പളിൻ്റെ ഒപ്പം പോണോരും പുതിയാപ്പളയും രണ്ടും പുതിയണ്ണിൻ്റെ പേരിൽ ചെന്ന് കയറും. രണ്ടൂട്ടർക്ക് രണ്ട് ലക്ഷ്യമാണ്. പുതിയാപ്പളിൻ്റെ ഒപ്പം പോയ ഒരു ലക്ഷ്യം എന്താ? അവിടെ നല്ല പാക്ക് കിട്ടും, പൊതിഞ്ഞ പാക്ക്, മറ്റേത് സ്നിക്കർസ്, മറ്റ് ബൂന്തി, അത് ഇത്, പിന്നെ ബ്രോസ്റ്റ് എല്ലാം പെട്ടിയിലാക്കിയിട്ട് പുതിയാപ്പളിൻ്റെ ഒപ്പം വന്ന് 45 ആളുകൾ. എത്ര പുതിയാപ്പളിൻ്റെ ഒപ്പം എത്ര ആളുണ്ടാവും? ഒരു 41 ആളുണ്ട്. ഓ ആയിക്കോട്ടെ, നല്ല അതാണ്. അപ്പോൾ 41 ആളുകൾക്കുള്ള പെട്ടിയൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി. പിന്നെയും വിളിച്ച് നിങ്ങൾ എത്ര ആളുണ്ട്, നമ്മൾ പെട്ടി കൊടുക്കണം. പെട്ടിയൊക്കെ കൊടുത്ത് ഏറ്റവും വലിയ ബേക്കറിയിൽ നിന്നൊക്കെ എടുത്ത് ഓരോരുത്തർക്കും ഓരോ ബോക്സ് കൊടുത്ത്. ഇപ്പോൾ ഈ 41 ആളുകളും കുറച്ചാളുകൾ ഇപ്പോൾ അവിടെ കിടക്കുകയാണ്. എന്തുപോലും പോരാൻ പൂതിയുണ്ട്. നേരത്തെ അത് ചോർന്നിട്ടുണ്ട്, നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നത് പോലെ. മനസ്സിലായി? ഇങ്ങനെ ഇവിടെ എന്തുണ്ട്, ഇവിടെ പെട്ടി കൊടുക്കുന്നുണ്ട് എന്ന് വിവരം കേട്ടിട്ട് ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്? 30 കുറച്ചാളുകൾ പോരാൻ കഴിഞ്ഞിട്ടില്ല. 41 ആളുകളും അറ്റൻഷനായിട്ട് നേരെ പുതിയണ്ണിൻ്റെ പേരിലെത്തി. അവർക്ക് എന്താ കിട്ടാള്? പറയാൻ കൈമാര് പെട്ടിയിട്ട മണി ഒരു ഓരോരുത്തർക്കും അവിടെ വെള്ളം കുടിച്ച് ഒരു പെട്ടിയും കൊടുത്ത് ഒരു തിരിച്ചു വരും. പുതിയ ആപ്പിളയും പെട്ടിക്ക് വേണ്ടി തിരക്കാണെങ്കിലും 41 പെട്ടിയും പുതിയ ഒരുക്കിയിട്ടുള്ള പുതിയ ആപ്പിളിൻ്റെ പെട്ടി മാറി നിൽക്കണം. ഇപ്പം 42 ഓന് പെട്ടിയിട്ടില്ല. ഓനപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ അമ്മോനെ വിളിച്ച് പറയോ, എന്ത് ഒരു പെട്ടി കമ്മിണ്ടായിനെന്ന് പറയും. കമ്മിണ്ടായിനെന്ന് പറഞ്ഞാൽ ഓനെ പിന്നെ വല്ലിനും പറ്റൂ. കബറിന്ന് നീറ്റ് ദാഹിച്ചവരല്ലേ കൗതർക്ക് പായണ്ടുള്ളൂ. ദാഹിച്ചിട്ടില്ലെങ്കിലോ അവർക്ക് ദാഹിച്ചിടാനല്ല. എന്നാലും ഒരു പായും. അവരാരെ കാണാനാണ്? മുത്തുനബിയെ കാണാൻ. അവരെ ഔദുൽ കൗതർ മുഹമ്മദ് മുസ്തഫയാണ്. അവർക്ക് ദാഹിക്കാനല്ല. മനസ്സിലായില്ലേ? അവർക്ക് ദാഹിക്കാനല്ല, അവർക്ക് ദാഹിക്കല്ല. ശംഊനില്ലല്ലോ, ശംഊന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. 1000 മാസമാണ് ശംഊൻ ഭക്ഷണം ഇല്ലാതെ ജീവിച്ച്. ഒരൊട്ടകത്തിൻ്റെ താടിയല് കിട്ടി, അതിൽ ചിലപ്പോൾ ചുണ്ടുക്കും, അപ്പോൾ ദാഹം തീരും. ചിലപ്പോൾ വായു വെക്കും, അപ്പോൾ ഭക്ഷണം തീരും. 1000 മാസം യുദ്ധം ചെയ്ത് ശംഊന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ആ ശംഊനെ പറ്റി പറഞ്ഞപ്പോൾ സ്വഹാബികൾക്ക് അങ്ങനെയാകാൻ കുതിയായി. അപ്പോൾ ഇറങ്ങിയ സൂറത്താണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ആരാ ശംഊൻ? സാഹിദുൻ ഫി ബനി ഇസ്രായേൽ. ബനി ഇസ്രായേലിലെ ഒരു സൂഫി. എങ്കിൽ കൈഫ മിൻ ഉമ്മത്തി മുഹമ്മദ്. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ ശംഊൻ നബിയാണോ? ഇല്ല. ബൈബിൾ പഴയ നിയമത്തിൽ ശിമോനിന് പറഞ്ഞത് ഷിമോനാണ് എന്ത്? ശംഊൻ നബിയല്ല, ഒരു പുണ്യാത്മാവ്, ഒരു സെയിന്റ്. മനസ്സിലായില്ലേ? ഒരു സെയിന്റ് ആയിരുന്നു. ആര്? ശംഊൻ. കൈഫ മിൻ ഉമ്മത്തി മുഹമ്മദ്. ഉമ്മത്ത് മുഹമ്മദിന്റെ അവസ്ഥ എന്താ? ആര് നമ്മളെ കണ്ട ശംഊൻ ഇങ്ങോട്ട് കൈപിടിച്ചു കൊടുത്തു. നമ്മൾ മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുൽ ഉമമി ഉമ്മത്ത് മുഹമ്മദിൻ. ഖൈറുൽ, മനസ്സിലായില്ലേ? ഖൈറുൽ അംബിയാഇ മുഹമ്മദുൻ വഖൈറുൽ അസ്ഹാബി അസ്ഹാബു മുഹമ്മദിൻ വഖൈറുൽ ഉമമി ഉമ്മത്ത് മുഹമ്മദിൻ. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. കാലുകുത്തിയ ഏറ്റവും മഹാനായ ആൾ മുഹമ്മദാണ്. സുബ്ഹാന ജല്ല വഅല. അപ്പം ചിന്തിക്കണം, നമ്മൾക്ക് ഇതൊക്കെ വേറൊരു ടീമാണ്. മുഅ്മിനീങ്ങളെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ്. സ്വലാത്തിലേക്ക് കയറിയാൽ സ്വലാത്തൊരു വാതിലാണ്. അതിലേക്ക് നബിയിലേക്കൊരു വാതിലാണ്. ആ വാതിലിലൂടെ നീ കയറിയാൽ കയറി ഒരു അവസ്ഥയിലെത്തും. ആ അവസ്ഥയിലെത്തിൻ്റെ പ്രശ്നം കയറുമ്പോൾ നിന്റെ പ്രശ്നം സ്വലാത്ത് പോലെയായിരിക്കും. പിന്നെ നിനക്ക് പോകും. പിന്നെ നീ എവിടെ എത്തും? നബിയിൽ തൊടും. നബിയിൽ തൊട്ടാൽ പിന്നെ ജാളാകെ മാറും. സിമ്മിട്ടാൽ ഇതാകെ മാറും.
അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാം, അയാൾക്ക് ഇനിയും വിളിക്കാം, എനിക്ക് അയാളെയും വിളിക്കാം. സിമ്മിട്ടാൽ സിമ്മില്ലെങ്കിലോ പട്ടിണി അറിയാൻ പറ്റുള്ളൂ. ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും. ഈ നരകത്തിന് പഠിച്ചു തരാത്തില്ലാണെങ്കിൽ ചെല്ലിക്കൂടാന്നല്ല, അതെൻ്റെ വലിയ മർത്തബയല്ല. പിന്നെന്താണ് അൽ വുസ്ലത്തു ഇലാ മുഹമ്മദ് വ അൻത മുതഹഖിഖുൻ, നീ ഹഖ്. അതാണ് ലാസ്റ്റ് അരവരി. ആ അരവരിന്റെ വ്യാഖ്യാനപ്പി പറയുന്നത്. ആ അരവരി നോത്, ആ അരവരി ഓത്. ഫഇന്നക ബാബുൽ വസ്ലി ലിൽ മുതഹഖിഖി ഫഇന്നക ഖത്ം. എന്താ فإنك محراب الوجود ووجهها وإنك باب الوصل للمتحقق فإنك محراب الوجود നീ വുജൂദ് അങ്ങ് വുജൂദിന്റെ മെഹ്റാബാണ്. വവജുഹുഹാ ആ ഭാഗത്തേക്കുള്ള വാതിലുമാണ്. വുജൂദിന്റെ ഭാഗം ഖലായിഖ്, വജുഹുഹാ ആ വിജഹത്തിന്റെ വാതിലാണ്. വഇന്നക ബാബുൽ വസ്ലി അങ്ങ് ചേർച്ചയുടെ വാതിലാണ്. ആർക്ക് ചേരാൻ? ലിൽ മുതഹഖിഖി ഹഖീഖത്തിനെ തേടിപ്പോകാൻ. തേടിപ്പോകുന്നവർക്ക് ഹഖീഖത്തിലേക്കുള്ള വാതിലാണ്. ഇതിന്റെ ഹഖീഖത്ത് എന്താ? സിമ്മിടാത്ത കാലത്തോളം ഇതിന്റെ ഉപകാരം ഉണ്ടാവും. കുട്ടികളെ തല്ല, പട്ടിനെറിയ, പേപ്പർ വെയിറ്റ് ആക്കി വെക്ക, ഇതൊക്കെ ഇതിന്റെ ഉപകാരങ്ങളാണ്. ഇതിന്റെ ഹഖീഖത്തിനെ എത്തിച്ചേരുന്നവരെ. ഹഖീഖത്തിന് എത്തണമെങ്കിൽ നിങ്ങൾ ഒരാളെ തൊടണം. അതാളാരാ? മുഹമ്മദ്. എന്നെക്കൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. സാമൂഹിക രാഷ്ട്രീയ നഭോമണ്ഡലങ്ങളിലെ വലിയ ഉഷാറായി വികസിക്കും, വളരെ ഒക്കെ ചെയ്യും. പക്ഷെ നിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം കിട്ടൂല. അത് കിട്ടണമെങ്കിൽ മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഒരാൾ നോട്ടിന്റെ കെട്ട് വെച്ചിട്ട് അതിന്റെ മേലെ ഒരു വീണ വെച്ചാൽ നോട്ട് പറക്കൂലല്ലോ. ഫാനിടാം, വലിയ ഇതിൽ തന്നെ ഫാൻ ഇട്ടു, വലിയ നോട്ടിനെ കെട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു വീണ വെച്ചു. അപ്പൊ നോട്ടിനെ കെട്ട് പറക്കൂല. അതാണോ വീണയെക്കൊണ്ടുള്ള ഉപകാരം? വീണയെക്കൊണ്ടുള്ള ഉപകാരം അറിയണമെങ്കിൽ കമ്പി, വീണയുടെ ആ വീണക്കമ്പിയിൽ അതിന് വെച്ച ഒരു കമ്പിയുണ്ട്. ആ കമ്പി കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ കൊണ്ടൊരു ഇരുമ്പിൻ്റെ വടിയുണ്ട്, ഒരു സ്റ്റീൽ ഇരുമ്പിൻ്റെ ഒരു വടിയുണ്ട്. അതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു നൂലിലൊന്ന് തൊട്ടാലേ വീണ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇതിനെ പേപ്പർ വെയിറ്റ് ആക്കണം. തല്ലുണ്ടാക്കുമ്പോൾ തല്ലിനും കൂടാ. ഒന്നും കിട്ടില്ല. വല്യച്ഛൻ്റെ വീണ കിട്ടിയത്, അതുകൊണ്ട് എന്ത് ചെയ്യാം? തല്ലൂട. പുരയിലെ ആളുകൾ ശത്രുക്കൾ വന്നപ്പോൾ ഒരാൾക്കൊന്നും കിട്ടിയില്ല. വല്യച്ഛൻ്റെ പഴയ കാലത്തൊരു വീണ കിട്ടി. ആ എടുത്തും വീണൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് എന്തുണ്ടാവുന്നറിയോ? കനം കൂടും, കനം കൂടി. ആ കനം കുറഞ്ഞ ഭാഗത്ത് പിടിച്ചിട്ട് ശത്രുവിനെ അടിച്ച് അവൻ്റെ തല പൊളിക്കാം. അതൊന്നും എന്തല്ല, വീണയുടെ ഉപകാരമില്ല. വീണയുടെ ഉപകാരമാണെങ്കിൽ അതിൻ്റെ കമ്പിയിൽ ആ വടി തൊടണം. അപ്പോഴാണ് വീണനെ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായില്ലേ? നീയാകുന്ന റൂഹിൻ്റെ കമ്പിയിൽ മുഹമ്മദിയത്തിൻ്റെ ആ കമ്പിയാണ് തൊട്ടാൽ ഈശയുടെ ആളാവും. അപ്പം നിന്നെ നാട്ടുകാർക്കട് തിരിയും. അല്ലാത്ത കൊല്ലം ഈ പേപ്പർ വെയിറ്റാണ്. ഇപ്പോൾ ഭൂമിയിലെ 800 ചില്ലാനും കോടി ജനങ്ങളും പേപ്പർ വെയിറ്റാണ്. അപ്പുറം ചില ആളുകൾക്ക് ഓക്കെ, ബാക്കിയൊക്കെ പേപ്പർ വെയിറ്റ്. നീ ഇവരിൽ ഒരാൾ തൊടും, മുഹമ്മദിനെ തൊട്ടാണ് തൊട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ മാറും. അതാണ് മനസ്സിലായില്ലേ? കൊഞ്ഞിങ്ങനെ കിടക്കുന്നു പപ്പഴം. അപ്പോഴാണ് ചൂടുള്ള എണ്ണയെ തൊട്ട് അപ്പം ഉപരണീറ്റ് വരവുണ്ടാൽ അലക്സാണ്ടർ മാതിരിയാണ് മുപ്പരാൾ പപ്പടം തന്നെയാണ്. എന്നാലും വരവ. എന്തുകൊണ്ട്? ചൂടുള്ള എണ്ണയെ തൊടുമ്പോഴാണ് പപ്പടത്തിന് നമുക്ക് മനസ്സിലാകുക. ആളാരാണത്? പപ്പടാണത്. എന്നാലും മുപ്പരെ നമുക്ക് തിരിഞ്ഞപ്പോഴത്തിന് തിരിയണമെങ്കിൽ എന്ത് വേണം? ചൂടുള്ള എണ്ണ തൊടണം. ഏതൊന്നും അതിനെ നിശ്ചയിച്ച ഒന്നിൽ തൊട്ടാലേ അതിൻ്റെ ഒറിജിനാലിറ്റി പുറത്തു വരുള്ളൂ. മനുഷ്യൻ്റെ ഒറിജിനാലിറ്റി പുറത്തു വരണമെങ്കിൽ മനുഷ്യൻ്റെ റൂഹിലേക്ക് എന്ത് തൊടണം? മുഹമ്മദിയത്ത് തൊടണം. അല്ലെങ്കിൽ ഏത്തമുക്കി അങ്ങനെ നടക്കാം. നിസ്കാരം, നോൻപ്, അവിടേക്ക് എത്തിയെടുക്കോ പിന്നെ നിസ്കാരം വേണ്ടിയില്ല. ഒരു ജീവിത നിസ്കാരമായിരിക്കും. സിയം വരിയുള്ള നിസ്കരിച്ചു എന്ന് പറയണ്ട. ചില അന്തല്ലാത്തവരെന്ത് പറയും? മക്കത്ത് നിസ്കരിക്കണം. മക്കത്ത് നിസ്കരിക്കാനല്ല കൽപ്പന, കോഴിക്കോട് നിസ്കരിക്കാൻ.
അപ്പോൾ പരിചയപ്പോൾ പിന്നെ സി എം ഭ്രാന്തനല്ല. സി എമ്മിന് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ വാങ്ങും. സി എം ഒരിക്കലും ഭ്രാന്തനല്ല, ഒരിക്കലും മജ്ദൂബല്ല. ഫനാ ലയിച്ചു പോയതാ. ദിക്റുള്ളയിൽ അള്ളാഹിൻ്റെ ദിക്റിൽ ലയിച്ചു പോയ ആൾക്ക് നിസ്കാരം തുടങ്ങാൻ പറ്റില്ല. കാരണം ജീവിതം നിസ്കാരം അവർക്ക്. പിന്നെ അവർക്ക് തുടക്കം കൊടുക്കുമല്ല, തക്ബീറത്തുൽ-ഇഹ്റാമുമില്ല. അവർ ലയിച്ചതാണ് ആരിൽ? അള്ളാഹുവിൽ. എന്തേ മുഹമ്മദിയത്തെ തൊട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് സി എം മജ്ദൂബാണെന്ന്. ഒരിക്കലും അല്ല, സി എം മജ്ദൂബല്ല. മജ്ദൂബായ വേറെ കുറേ ഔലിയാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്, പക്ഷേ സി എം മജ്ദൂബല്ല. സി എമ്മിനെന്തേ? സി എമ്മിനെ സംഭവിച്ച് പരലോകത്തറിയേണ്ടത് ദുനിയാവിൽ അറിഞ്ഞുപോയി. അങ്ങനെ ആകുമ്പോൾ അന്തമിടും. മനസ്സിലായി? അതാണ് എൻ്റെ തടിയുടെ ഉള്ളിൽ ഇറച്ചി കൂടി കോട്ടി ചെറുതുമാണ് എങ്കിൽ ഒരു സദസ്സ് പോയാൽ എൻ്റെ പണി മുഴുവൻ എന്തായിരിക്കും? അവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, കോട്ടി ശരിയാക്കണ പണിയായിരിക്കും. അതാണ് സി എമ്മിൻ്റെ പണി. ഉള്ളിലുള്ളത് കൂടിപ്പോയി, തിരിഞ്ഞിട്ടില്ല, തടി തന്നെ. പക്ഷെ എൻ്റെ ഇടയിൽ ഒരു സാധനം വളർന്നു, മുഹമ്മദിയത്ത്. അപ്പോൾ പിന്നെ ഭൗതികതയുടെ ആ കോട്ട് ശരിയാക്കണ പണിയായി. ഭൗതികത അങ്ങനെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉള്ളു വളർന്നു. മജ്ദൂബല്ല. ഇനി വേറൊരാൾ അറിയാൻ പാടില്ല, വേറൊരാൾ അറിയാൻ പാടില്ല. അവർക്ക് കിട്ടിയ വേറൊരാൾ അറിയാൻ പാടില്ല. ഒരാൾ ചീത്തറന്നു, ഇപ്പോഴും ചീത്തറിയില്ല സി എമ്മിന്. ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തി സി എം. എന്തേ? അള്ളാഹു കറബാണ്. അള്ളാഹു മനുഷ്യൻ സ്വീകരിച്ചതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരാൾ സി എം. ഒരു ദിവസം ആയിരക്കണക്കായ ആളുകൾ സി എമ്മിനെ എന്നും ആക്ഷേപിക്കുന്നത്. നിസ്കാരമില്ലാത്തൊരു കാക്ക എന്തായിരുന്നു? മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമുക്ക് സി എമ്മിനെ തിരിയില്ല. നമ്മളിപ്പോൾ ഹക്കീക്കത്തിലൂടെ സി എമ്മിനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ താത്താൻ്റെ തലവേദന മാറി, അപ്പോൾ സി എമ്മിനെ മനസ്സിലായി. അത് സി എമ്മിൻ്റെ പണിയല്ല. അത് കൊള്ളക്കാർ വലിയ നോട്ടും കെട്ട് കൊണ്ട് ഓടിയപ്പോൾ അങ്ങാടിയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു 1000 റുപ്യാണ് അങ്ങാടിയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ അങ്ങാടിക്കാർ എന്തിൽ കുടുങ്ങി? അയിമക്കൂടി. അതിലൂടെ കൊള്ളക്കാർ രക്ഷപ്പെട്ടു. ഇവിടെ ആയിരക്കണക്കായ ആളുകൾ ദീനം മാറ്റിയത് നമ്മളെ അയിമ ശകലാക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അത് സി എമ്മിൻ്റെ പണി തന്നെയല്ല. സി എമ്മിൻ്റെ പണി മുഹമ്മദിയത്തിനെ കണ്ടെത്തിയതാണ്. അവിടേക്കെത്താൻ നമ്മക്കൊണ്ട് കഴിയൂല. മനസ്സിലായില്ലേ? കമ്പൗണ്ടറെ വൈദ്യർ പിന്നാലെ കൂട്ടും. 30 കൊല്ലം കഴിഞ്ഞിട്ടും ചികിത്സ പറഞ്ഞു കൊടുക്കൂല. എന്തുകൊണ്ട്? ഓനോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഓന അന്തല്ല. അതാ കാരണം. നമുക്കെന്തേ മുഹമ്മദിയത്ത് അങ്ങനെ ഒരാൾക്ക് പകർന്നു കൊടുത്തായിരുന്നു. അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരാളെ സി എമ്മിനെ കിട്ടിയില്ല. കിട്ടിയാൽ പകർന്നു കൊടുക്കും. പിന്നെ അടുത്ത സി എം ഉണ്ടാവും. പിന്നെന്താ സി എം ഇല്ലാഞ്ഞു ഒരാൺകുട്ടിനെ കിട്ടിയില്ല. അതന്നെടോ നമുക്ക് വേണ്ടത്. എന്താ? ചോറല്ലേ? അത് കൊല്ലത്തിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ വിമർശിക്കുന്നവർ പോയി ആളെ ചോറുന്നു. മനസ്സിലായില്ലേ? തൊടലി നിറ മുഹമ്മദിയത്തിൽ തൊടലാണ്. അത് തൊട്ടായി എന്റെ സ്വഭാവം മാറും. ഇതിൽ സിമ്മിട്ടാൽ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാം, ഇതിന്റെ സ്വഭാവം മാറും. പക്ഷെ എന്താണ്? സിം ഇതിൽ തൊടണം. നബിയെ അങ്ങാണ് എന്ന് ഹഖീഖത്തിനെ തേടിപ്പോകുന്ന ഹഖീഖത്ത് അങ്ങ് അന്വേഷിച്ചിറങ്ങിയ ആളുകൾക്ക് അങ്ങ് വാതിലുമാണ്. അവർക്ക് ഹഖീഖത്തിലേക്ക് ചേരാനുള്ള വാതിലുമാണ്. فإنك محراب الوجود ووجوها وإنك باب الوصل للمتحقق فإنك محراب الوجود ووجوها. ഒരിക്കൽ മുക്കത്തൊരു ക്ലാസ്സിൽ ഞാനൊരു ഉപമ കാണിച്ചു, ഒരു ഫോട്ടോ വരച്ചൊരു ഉപമ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കി തിരിച്ചിട്ട് ഒരേരിയ സൃഷ്ടികൾക്ക് ചെല്ലാവുന്നതിൻ്റെ പരമാവധി വാതിലാണ്. ആ വാതിൽക്കൽ ഇയാൾ നിൽക്കുന്നുണ്ട്. ഈ ആൾ അള്ളാഹുവിലേക്ക് നിന്റെ കുറിച്ചുള്ള എല്ലാ കാര്യം എത്തിച്ചു കൊടുക്കും. ഈ വാതിലിനപ്പുറം നിനക്ക് കിടക്കാൻ പറ്റൂല. മറ്റേ ആൾ വാതിലിൻ്റെ ഉള്ളിലാണ്. അത് ഓർമ്മ ഉണ്ടാവും. മുമ്പ് ഒരു 5-8 മുക്കത്ത് ഞാൻ ശരിക്കും കൃത്യമായി വരച്ച് കാണിച്ചു കൊടുത്തിരുന്നു. അള്ളാഹു എവിടെ എന്ന് പറഞ്ഞാൽ അത് പറയാവുന്നതിൻ്റെ പരമാവധിയിൽ.
പിന്നെ റസൂൽ എവിടെ, പിന്നെ ജനങ്ങളെവിടെ? ജനങ്ങൾക്ക് ചെല്ലാവും. ജനങ്ങൾ സൃഷ്ടികളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതിൽ ഒരു വിഭാഗം സൃഷ്ടികൾക്ക് അമ്പിയാക്കളിലേക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അമ്പിയാക്കളാണ് നബിയിലേക്ക് ചേരുന്നത്. നമുക്കുള്ള ഒരു ഭാഗ്യം എന്തെന്ന് നേരിട്ട് തന്നെ അപ്പുറത്ത് വാതിലുണ്ട്, നബിയിലേക്ക് നേരിട്ട് ചേരാം. കാരണം നമ്മുടെ സ്വന്തം ആളുകളാണ്. ഇപ്പൊ ഘടകകക്ഷിയുടെ അനുയായികൾക്ക് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയുന്നവനും CPM-മാർക്ക് പറയുന്നതിലും വ്യത്യാസമുണ്ടല്ലോ. വ്യത്യാസമല്ലേ? ഘടകകക്ഷിയുടെ ആളുകൾക്ക് CPM മുഖ്യമന്ത്രിയോട് പറയണമെങ്കിൽ ആ വകുപ്പിൽപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരും അവരുടെ കത്തോ ഒക്കെ വേണം. രണ്ട് കത്തും. CPM-ന്റെ ആളുകൾക്കോ മുഖ്യമന്ത്രിക്ക് ഇനി രണ്ട് കത്ത് വേണ്ടി എന്നാൽ CPM അന്ന് പൊളിയില്ല. എന്നതുപോലെ നമുക്ക് ഡയറക്റ്റ് നബിയിലേക്ക് ചേരാം. മറ്റു കാലത്തെ ഉമ്മത്തിനോ അവരുടെ നബിയിലൂടെ നബിയിലേക്ക് ചേരണം. ആ കെട്ടിനുള്ളിൽ നബി മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല. നബിയുടെ മർത്തബയിൽ രണ്ടാമത്തെ ഒരാളില്ല. ഹഖീഖത്ത് നിസ്കാരം നോമ്പൊന്നുമല്ല. അതായത് നേരത്തെ പറഞ്ഞ അത് നല്ല കാര്യമാണ്. ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയാൻ നല്ല കാര്യമാണ്. എന്നാലും നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നെങ്കിലും കിട്ടും. മനസ്സിലാവുകൊണ്ട് പറഞ്ഞാൽ ഒരു പണി വിളഞ്ഞു നിൽക്കുന്ന നെല്ലിൽ നിന്ന് കിളിയാട്ടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. അയാൾ ഒച്ചടും, തപ്പിൽ കൊട്ടും, തപ്പുമ്മൽ കൊട്ടും, തകരക്ക തപ്പിൽ കൊട്ടും, ഒച്ചടും. കിളിയൊക്കെ എന്ത് തിന്നു? നെല്ല് തിന്നാലും മുതലാളി കൊയ്ത്ത് കഴിഞ്ഞ അയാൾക്ക് കൂലി കൊടുക്കും. ഒരു ഉപകാരവനെ കൊണ്ട് ഉണ്ടായിട്ടില്ല. എന്നാലും കുറച്ചു കാലം അവിടെ ഒച്ചിട്ടുകൊണ്ട് നിന്നല്ലോ. അതന്നെ നമ്മൾ നിസ്കാരം. മനസ്സിലായില്ല? നമ്മൾ നിസ്കാരം കൊണ്ട് ഒരു ഉപകാരമില്ല. നിസ്കാരത്തിൻ്റെ ഉപകാരം അള്ളാഹിൻ്റെ ഹദറത്തിലേക്ക് പോകലാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ്റെ മിഅ്റാജാണ് നിസ്കാരം. നമ്മൾ പോകുന്നില്ല. നമ്മൾ ഓരോ ദിവസം താഴത്തേക്ക് ഇറങ്ങിക്കാണ്. മനസ്സിലായ പറഞ്ഞത്? ഇവൻ അവിടെ വച്ചിട്ട് കിളിനെ ആട്ടുന്നത് വരെ കിളിയിൽ പരിധിയിൽ മാത്രമേ മുറിഞ്ഞിട്ടുള്ളായിരുന്നു. ഇവൻ്റെ ആട്ടൽ തുടങ്ങിയപ്പോൾ ഇവൻ്റെ ആ ആട്ടലൊരു രാഗമാണ് മനസ്സിലാക്കിയിട്ട് കിളി ആ നെല്ലിൻ്റെ പരിസരത്ത് നിന്ന് പോയതേ ഇല്ല. അപ്പം മുതലാളിക്ക് വൻ നഷ്ടമാണ് ഇവനെ നിർത്തിയാൽ. എന്നാലും മുതലാളിൻ്റെ ഒരു അലങ്കാരമാണ് എന്ത്? മറ്റു മുതലാളിമാർ ചോദിക്കാണുമ്പോൾ എന്തേ നിങ്ങൾ ഒരു കിളിയാട്ടനവരെ നിർത്തിയില്ലേ എന്ന് ചോദിക്കാതിരിക്കാൻ മൂപ്പരിപ്പോൾ പറ്റ പൊളിഞ്ഞിട്ടുണ്ടാവും. മൂപ്പര കയ്യിൽ കിളിയാട്ടലിന് കൊടുക്കാനുള്ള പൈസ വരെ ഉണ്ടാവില്ല എന്ന് മറ്റു മുതലാളിമാർ ഇയാളെ പറ്റി മോശം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇവനെ നിർത്തിയ ഒരു കിളി പോകില്ലാന്ന് പിന്നെ നമ്മളെ കൊണ്ട് നിസ്കരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹ്ക്കാരൻ കാര്യമില്ല. ഒരു കാര്യം നമ്മൾ നിൽക്കും, ഇരിക്കും, കുമ്പിടുന്ന അതിൻ്റെ മനസ്സിലാണ്ട് പറഞ്ഞത്. എന്നാലും ആ പണിയെടുക്കുക, നിസ്കരിക്കാൻ കഴിയാന്നുള്ളത് എന്നൊരു ഭാഗ്യമാണ്. കൊയ്ത്ത് ഞാൻ കൂലിട്ടു. അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ പറയും ചെയ്യാം. കുറച്ചൊക്കെ കിളി മുറിനെ കണ്ടാൽ നമ്മൾ പറയും ഞാൻ ഇവിടെ നിൽക്കണോണ്ട് ഇത്രയുണ്ട്, ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഇവിടെ അവസ്ഥ എന്തായിരിക്കും എന്നാലും ഒക്കെ പറയാം. എന്നാലും അതന്നെ നമ്മളിവിടെ കുറച്ചാളുകൾ പള്ളി നിസ്കാരം പള്ളി കമ്മിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു, കുറച്ചെങ്കിലും കൊയ്യാൻ കിട്ടി എന്നറിയാം. ഒക്കെ പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ നിസ്കാരം കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലൊരു പണിയാണല്ലോ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതൊന്നല്ല കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്താണ്. ചിലപ്പോൾ 2 റക്അത്തോണ്ട് സലാം പൂട്ടും. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഫയഖ്തിമുൽ ഖുർആന, ഖത്തം തീർക്കും 2 റക്അത്തോണ്ട്. റുക്കൂ ആക്കാൻ കഴിയില്ല. ഖുർആൻ്റെ ഓത്തിൻ്റെ രസം അങ്ങനെയുണ്ട്. ഖുർആനോത്തിന്റെ രസം കാരണം റുക്കൂവിൽ പോകാൻ കഴിയൂല. ആർക്ക്? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. റബ്ബമാ യുസല്ലി റകഅതൈനി, ചിലപ്പോൾ 2 റക്അത്തായിരിക്കും നിസ്കരിക്കുക. എന്തേ? റുക്കൂവിലേക്ക് പോകാൻ വയ്യ. ആനന്ദം. മനസ്സിലായല്ലോ? ചിന്തിക്കണം. ഇത് വേറെ, നമ്മളിത് വേറെ. നമ്മൾ കൂലി നിസ്കാരമാണ്, മറ്റേ ആനന്ദത്തിന് നിസ്കാരമാണ്.
വഖുറത്തു ഐനി ഫിസ്സലാ. 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദമാണ്. ഒന്ന് എൻ്റെ ഭാര്യമാരാണ്, ഒന്ന് സുഗന്ധവുമാണ്, മൂന്നാമത്തത് വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ എൻ്റെ കണ്ണ് കുളിർക്കലുമാണ്. പുണ്യ റസൂൽ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും ആനന്ദമുള്ള കാര്യം 3 എണ്ണമാണ്. മൂന്നാമത്തെ കാര്യം വഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ എൻ്റെ കണ്ണ് കുളിർക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താ ആനന്ദം? ആനന്ദം, കണ്ണ് കുളിർക്കാൻ ആനന്ദം. അപ്പൊ പണിയല്ല. ചില പണികളാവൂല. അതിൻ്റെ പിന്നിൽ ആനന്ദം ഉണ്ടെങ്കിൽ പണിയാവൂല. ഭക്ഷണം കഴിക്കുക പണിയാണോ? ഭക്ഷണം കഴിക്കുക ഭയങ്കര പണിയല്ലേ? ഇന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു നിലക്കൊക്കെ പണിയാണല്ലോ. കാരണം നമ്മൾ കൈ കുഴക്കണം. പൊക്കണിന് മുമ്പ് എന്തൊക്കെ കുഴച്ച് ഇത് കുഴച്ച് ഒരു 50 കൊല്ലത്തിന് മുമ്പുള്ള കുഴക്ക് ഒരു പരിധി ഉണ്ട്. എന്തുകൊണ്ട്? ചെറിയ പച്ചക്കറിയോ മറ്റൊക്കെ ഉണ്ടാവും. ആഴ്ചയിലൊരിക്കൽ ഒരു ഇറച്ചി വാങ്ങിയെങ്കിലായി. ഇന്നലെ ഈ നമ്മുടെ സദസ്സിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, ഒരുപാട് ആളുകളുള്ള കുടുംബത്തിൽ ഞങ്ങൾ 1 കിലോ ഇറച്ചിയാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ആ സദസ്സ് പങ്കെടുത്ത വേറൊരാൾ ഈ ഇതുണ്ട് ഇല്ലേ സദസ്സ് പറഞ്ഞു 250 ഗ്രാം ഇറച്ചിയായിരുന്നു ഞങ്ങൾ ആഴ്ചയിൽ വാങ്ങിയിരുന്നത്. കുടുംബത്തിലെല്ലാവരും ഉണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഒരു പൊട്ടെങ്കിലും കിട്ടും ചെയ്യും. ഇന്നലെ പറഞ്ഞു, ഇന്നൊരാൾ പറഞ്ഞു 500 ഗ്രാം ഇറച്ചി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഇഷ്ടം പോലെ എൻ്റെ കുട്ടിക്കാലത്തുണ്ട്. ഇന്നൊരാൾക്ക് 1 കിലോ ചോദിച്ച മാനക്കളാണ്. 1 കിലോ ഇറച്ചി വാങ്ങാൻ വേണ്ടി ഇറച്ചി പിടി പോകുകയാണെങ്കിൽ തന്നെ മാറിക്കോ കുട്ടികളെ പറഞ്ഞേക്കും. എന്തുകൊണ്ട്? അത് മാനക്കടാണ്, കുറച്ചിലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. എന്തേത് പറയാൻ കാരണം? എന്തേ നമ്മൾ പറയാൻ കാരണം? എന്തോന്ന് പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞോണ്ടാണത് കയറിയത്? എന്താ പറഞ്ഞേ? അതെ, ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിക്കാൻ ഈ ഇറച്ചിയും ചോയും കോയൊക്കെ കൂട്ടി ഇങ്ങോട്ട് കൂട്ടിച്ച് പിന്നെ അത് പരുവത്തിലാക്കണം. പിന്നെ അത് പൊന്തിക്കണം, ഇവിടെ കാക്കണം. പണിയല്ലേ ഇത്? വേറെ ആൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചാലോ? 2 നേരം ചോറ് എടുക്കണം. നിങ്ങൾ മാസത്തിന് നിങ്ങൾക്ക് 10,000 തരാറിന, നിങ്ങളെന്താ പറയാ? 10,000 ആവൂല, അതാക്കൂല. ഒരാൾക്ക് മേക്കെടുക്കണ്ടേ? ഒരു 10, 20, 22 റുപ്യൊക്കെ തന്നെ നമുക്ക് പണി ഒപ്പിക്കാം. അവസാനം മദ്യം പറഞ്ഞ് 20,000 തീർത്ത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്ത് പറയും? നമ്മളെ പുറത്തുള്ള കുഞ്ഞാത്തു മറ്റേ മുതലാളിനോടൊക്കെ പോകുന്നുണ്ട്, ഓക്ക് 25,000, നമുക്ക് 20,000 ഉള്ളൂ. ഇത് നടക്കൂല. മനസ്സിലായപ്പോൾ ഇത് വലിയ പണിയാണ്. ഇതിങ്ങനെ കുഴച്ചിട്ട് തൊള്ളയിൽ ചുരുക്കുക. ആ കുട്ടീൻ്റെ തൊള്ളയ്ക്ക് അടുത്താണ് തൊള്ള. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കുട്ടിയിലേക്ക്. അതിൻ്റെ വലിയൊരു തോട്ടിൻ്റെ തള്ളതുകൊണ്ട് ഇവിടുന്ന് കുഴച്ച് ഇത്രയും കൂടി പൊന്തിക്കണം. അപ്പോൾ സത്യത്തിൽ 45,000 എനിക്ക് ശമ്പളം വേണ്ടത്. ഇത് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നിനക്കതിൽ ആനന്ദമുണ്ട്. ആനന്ദമുള്ള ഒരു കാര്യവും പണിയല്ല. അള്ളാഹിൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നിസ്കാരം പണിയല്ല. നമുക്ക് നിസ്കാരം പണിയാണ്. എന്തുകൊണ്ട്? നമുക്ക് നിസ്കാരത്തിൽ ആനന്ദമില്ല. അതേ കുട്ടിക്ക് ചോറ് ഇഷ്ടമല്ലെങ്കിൽ കയ്യാണ് കിട്ടൂല. അപ്പൊ ആ കുട്ടിക്ക് ചോറ് നല്ലൊരു പണിയാണ്. മനസ്സിലായോ? നമ്മൾ നിസ്കാരത്തിന്റെ കോലം കാട്ടിയതാണ്. നിസ്കാരത്തിൽ ആനന്ദമുണ്ട്. അതിന് എന്റെ വീണക്കമ്പിയിലേക്ക് മറ്റേ വടി കയറണം. അതേതാ? മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ നിസ്കാരത്തിൽ തീസീസ് എഴുതിയിട്ടല്ല സ്വഹാബികൾ നിസ്കാരം തുടങ്ങിയത്. നിസ്കാരത്തിനെ പറ്റിയുള്ള ആയത്തുകളൊക്കെ സിദ്ദീഖുൽ അക്ബർ ഒന്ന് പിടിച്ച്. അപ്പോൾ നിസ്കാരമില്ലാന്ന് തോന്നി. നാളെ നിസ്കാരം. പിന്നെ നബിനോട് ചോദിച്ചു, നബിയെ പിന്നെ നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിലൊക്കെ എത്ര കൂലിയാക്കാൻ പറഞ്ഞു തരും? അത് പറഞ്ഞു, ഓരോ നിസ്കാരത്തിന് 32 ആവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇന്ന് നമ്മൾക്ക് നിസ്കാരത്തിനെ പറ്റി പറയുന്ന ഫളായിൽ പല സ്വഹാബികൾക്കും അറിയാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? വിവിധങ്ങളായ സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങൾ വഴിയായി മുഹദ്ദിസീങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയത് വിവിധ സന്ദർഭങ്ങളിൽ നബിയുടെ അടുത്ത് വന്ന് അല്പം കേട്ട് തിരിച്ചു പോയ ആളുകൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ അവർ ഫുൾ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചു. ഫളായിൽ അറിഞ്ഞിട്ടല്ല. പിന്നെ മുഹമ്മദിയത്ത് തൊട്ടു. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല. നമുക്ക് കൂലില്ല തൊട്ട്. ഹഖീഖത്തിനെ തേടുന്നവർക്ക് അങ്ങ് ചേർച്ചയുടെ വാതിലാണ്. അപ്പൊ മുഹമ്മദിയത്തിനെ തൊട്ടാൽ നിസ്കാരവും പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിരിക്കും.
നോമ്പെടുക്കണ പണിയാവും, സദക്ക കൊടുക്കണ പണിയാവും, ജനങ്ങളെ സഹായിക്കണ പണിയാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മുഹമ്മദിയത്ത് തൊടണം. അതാണ് പൂർണ്ണത. എത്തോട്ടണം. അതിന് മുഹമ്മദിയത്ത് എന്ന സംഗതി പോലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിർത്തി പറയാം. എത്രയോ പണ്ട് പഠിച്ചതാ ഈ ചമസ്ഥാനം. കഫ്നുകമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കൊതിച്ചു കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. ഖാദിറായ മുഹമ്മദ്, ഖാദിറായ മുഹമ്മദ് അപ്പം ശരിക്കോ നമുക്ക് ഖാദിറ ആരസിബത്താണ്. ഖാദിർ നമ്മളെ തേങ്ങ വലിക്കാൻ വേണ്ടി വരുന്ന ഓനെ ഖാദിർ എന്ന് വിളിച്ചൊക്കെ എപ്പം ഉണ്ടാവില്ല. ഏതെങ്കിലും ഔലിയാക്കന്മാരെ ഖാദിർ പറഞ്ഞാൽ അപ്പം ശരിക്കും. കഫ്നൂനകമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു വീണ്ടു കൊതിച്ചു ഞാൻ. അങ്ങനത്തെ ഒരു കാലാണ്. ജാഹിലീങ്ങൾക്ക് ഞാൻ ജാഹിലാണെന്ന് അറിയുക എന്ന് പറഞ്ഞാൽ ഒരു ഗുണമാണ്. ഒരു പരമജാഹിൽ ഈ കഴിഞ്ഞ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ താഴെ ഒരു കമൻ്റ് എഴുതി വിട്ടിട്ടുണ്ട്. ഒരു പരമജാഹിൽ ആകാശഭൂമികൾക്കിടയിലെ ഒരു പരമജാഹിൽ, ഒരു പമ്പരജാഹിൽ, ഒരു പരമജാഹിൽ ഈ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു കമൻറ്റിന് താഴെ എഴുതി വിട്ടിട്ടുണ്ട്. എന്താ എഴുതി വിട്ടത്? എന്താ മൊയ്ലിയരെ ഇങ്ങക്ക് ഈ പാട്ടും പാടിയിരിക്കും, എന്തൊരു ഖുർആൻ്റെ ആയത്തോടി കൊടുത്തൂടെ? അങ്ങനെയെങ്കിലടാ അള്ളാഹു റസൂലിനെതിരായ ആദ്യത്തെ ആൾ മുഹമ്മദ് നബി അല്ലേ? മുഹമ്മദ് നബിക്ക് എന്ത് ചെയ്ത് പണി? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ പാട്ടുണ്ടാക്കുക. എന്നാൽ ഓർക്ക് ഒതി കൊടുക്കുന്ന പണി മാത്രമാക്കിക്കൂടെ? ഖുർആൻ പറയേണ്ടടുത്ത് ഖുർആൻ പറയണം, പാട്ട് പറഞ്ഞിടത്ത് അത് ആരെ പറ്റിയ പാട്ട്? ഇന്നത്തെ മദീന പള്ളിയിലുണ്ടായിരുന്നത് പാമ്പര ജാഹിൽ. ഞാൻ ചെങ്ങായിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മൂല്യേരും ഈ ജാഹിലാണ്. പിന്നെന്താ പറയുന്നത്? وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء. മദീന പള്ളിയിലാണ് ഈ പാട്ട് കച്ചേരി. നമ്മളിപ്പോ പാട്ട് ഓർക്ക് ബെയ്ത്ത്, നമ്മളിപ്പോ ബെയ്ത്ത് അറിയും. ഇതിനല്ലേ പാട്ട് പറയും, മനസ്സിലായില്ലേ? നിങ്ങളെക്കാൾ ഒരു സുന്ദരനെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, നിങ്ങളെക്കാൾ വലിയ സുന്ദരനെ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ സുന്ദരനെ, നല്ലവനെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടുമില്ല. ഇതെവിടെ പാട്ട്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യളഉ മിൻബറൻ ലിഹസാൻ യുനാശിദു വയുഫാഖിറു വയുമാദിഹു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മസ്ജിദിൻ നബവി. മസ്ജിദിൻ നബവിയിലാ പാട്ട് പാടുന്നത്. മുന്നിലിരിക്കണ ആരാ? റസൂൽ. ബൈത്തില്ല, ഹബീബ റസൂലുള്ളാഹിന്റെ മദ്ഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർക്കൊക്കെ ഇവിടെ സ്വാതന്ത്ര്യം. ഇവർക്കൊന്നും എതിരെ വാക്ക് പറയാൻ നാട്ടിൽ ആളില്ല. ഇനി തീരെ ഉണ്ടാവില്ല. ആ പണിയൊക്കെ മൂല്യമായി നിർത്തിയിട്ട് കൊല്ലങ്ങളായി. അരണ എന്ന് പറയും എൻ്റെ വല്യമ്മ. അരണ എന്ന് കേട്ടിട്ടുണ്ടോ? അരണ എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോവാ. അരണപ്പാഞ്ഞു വരും, പഴുതി നിൽക്കും. എന്തിനാ വന്നതെന്ന് അരണ മറക്കും. പ്രസ്ഥാനങ്ങളും അങ്ങനെയാണ്. തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കൊണ്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയത്. ഇന്നവർ മുതലാളിമാരെ കൂട്ടക്കാരാണ്. അവരരണയാണ്. അരണ പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തിനാണ് ഞങ്ങൾ തുടങ്ങിയത് എന്നവർ മറക്കുക. അരണ സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും അരണകളാണ്. അതെ, നേരെതിരെ പ്രസ്ഥാനങ്ങളൊക്കെ അരണകളാണ്. പ്രസ്ഥാനങ്ങളെല്ലാം മരണങ്ങളാണ്. പ്രസ്ഥാനങ്ങളിൽ തെജ്ദീദ് നടക്കണം. തെജ്ദീദ് നടക്കാതെ വന്നാൽ അരണകളാവും. ഇനിയിപ്പോൾ തെജ്ദീദിന് സാധ്യതയില്ല. മഹ്ദിക്ക് മുമ്പ്
പ്രസ്ഥാനങ്ങളെല്ലാം മാഷ് പറഞ്ഞതുപോലെ ഒരു വിഗ്രഹത്തിനും ആരാധിക്കരുതെന്ന് പറഞ്ഞ ആളാണ് ബുദ്ധൻ. ഇന്ന് ലോകത്തേറ്റവും ആരാധിക്കപ്പെടുന്നത് ബുദ്ധനെയാണ്. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ നശിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിലാണ് ഒരു രാഷ്ട്രം മുഴുവനും അടിമയിൽ ഇളക്കി മറിച്ച്. ബാമിയാനിലെ യുദ്ധപ്രതിമകൾ കേട്ടിട്ടില്ലേ? ബാമിയാൻ ഗാന്ധാരത്തിലെ പഴയകാല ഗാന്ധാരത്തിൽ വേദകാലഘട്ടത്തിൽ ആ പ്രവിശ്യയുടെ പേര് ഗാന്ധാരം എന്നായിരുന്നു. ഗാന്ധാരത്തിലെ ഒരു പ്രത്യേക പ്രവിശ്യയാണ് എന്ത്? ബാമിയാൻ. ഗാന്ധാരത്തിൽ നിന്ന് വന്ന പെണ്ണിനാണ് കുരുക്ഷേത്രത്തിൽ എന്ത് പേരിട്ടത്? ഗാന്ധാരി. ഗാന്ധാരത്തിൽ നിന്ന് വന്നവൾ ഗാന്ധാരി. ഗാന്ധാരത്തിലെ ഒരു പ്രവിശ്യ ബാമിയാനിൽ സ്ഥാപിക്കപ്പെട്ടു. AD 3-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു ആ ബുദ്ധപ്രതിമകൾ സ്ഥാപിക്കണം. പുണ്യനബിക്ക് മുമ്പ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. BC 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ആയിരിക്കണം ബുദ്ധൻ വിഗ്രഹത്തിന് ആരാധിക്കരുതെന്ന് പറഞ്ഞ ഒരാളാണ്. നബിയാവാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ പിന്നീട് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിൽ ബുദ്ധനെ തന്നെ പ്രതിമയാക്കി. മനസ്സിലായില്ലേ? പിന്നീട് ഈ അടുത്ത കാലത്ത് ലോകത്ത് വലിയൊരു പ്രശ്നം വന്നതാണ്. ബാമിയാനിലെ ബുദ്ധപ്രതിമകൾ താലിബാൻ തകർത്തു. അതിന്റെ പേരിൽ താലിബാൻ തന്നെ അല്ലാതെ ഈ അടുത്ത കാലത്ത് തിരിച്ചു വന്നെങ്കിൽ എത്രയാണ് പ്രശ്നങ്ങൾ അഫ്ഗാനിലുണ്ടായത്. ഞാനിത് ഉണ്ടാവണം ബുദ്ധപ്രതിമകൾ തകർക്കണം എന്ന ആളല്ല. പക്ഷേ പ്രതിമകൾക്ക് ആരാധിക്കരുതെന്ന് പറഞ്ഞ ഒരാളെയാണ് പിന്നെ എന്താക്കിയത്? അരണബുദ്ധി. ഞങ്ങൾ എന്തിനാണ് ഒരു പ്രസ്ഥാനമായി തുടങ്ങിയത് എന്ന് ആ പ്രസ്ഥാനക്കാർക്ക് അറിയാതെയാവുക. അതാണ് അരണബുദ്ധി. പ്രസ്ഥാനങ്ങളെ ചരിത്രം അരണയുടെ ചരിത്രമാണ്. കമ്മ്യൂണിസം ഒക്കെ അരണയാണ്. ഇപ്പം എല്ലാവരും അരണയാണ്. ഇനി ഒരു അരണയല്ലാതെ ആക്കണമെങ്കിൽ തെജ്ദീദ് നടക്കണം. തെജ്ദീദ് ഇമാം മഹ്ദിക്ക് മുമ്പുണ്ടാവാൻ സാധ്യതയുമില്ല. ഇനി അടുത്ത ബുധനാഴ്ച അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ്. ഒരു 100 അല്ലാതെ പറയാൻ മാത്രമേ എനിക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നിർത്താണ്. ഇനി ബുധനാഴ്ച അടുത്ത ക്ലാസ് പറയും. فإنك ختم الأنبياء فلا يرى نبي بعيد المصطفى القرم فيلقي مسيلمة الكذاب حوال كونه شريكا له في الأمر مهلات مشتقي وربي يحق الحق يبطل ضده ولو ساء نور الحق أهل التزندق ما شاء الله تعالى لا تبيت. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ റബ്ബേ.